ഈ കയ്യിന്റെ വിരലിന്റെ തലപ്പ് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ഒരു അത്ഭുതമായി തീർന്നിരിക്കുകയാണ്. എന്താ കാരണം? എന്റെ വിരൽ തലപ്പുള്ള ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ, അത് ഞാൻ മാത്രമാണ്. ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ സമ്മേളിച്ചിട്ടുണ്ട്, എന്റെ സഹോദരങ്ങൾ. എന്റെ കൈവിരലടയാളം നിങ്ങളുടെ ഒറ്റ മനുഷ്യന്റെ കൈമലുണ്ടാവില്ല, നിങ്ങളുടെ അടയാളം വേറൊരാളെ കൈമലുണ്ടാവില്ല. എന്താ കാരണം? ഓരോരുത്തർക്കും ഓരോ വിരലടയാളം. അതുകൊണ്ടാണ് ഇന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ കുറ്റാന്വേഷണ ശാഖ വളരെ വളർന്നു കഴിഞ്ഞു. ഒരാൾ മറ്റൊരാളെ കൊന്നിട്ട് ഓടുന്ന ഓട്ടത്തിൽ ഇവൻ അറിയാതെ ഇവന്റെ കയ്യിന്റെ അടയാളം ഒരു ചുമരുമ പതിഞ്ഞാൽ മതി. ഇന്ത്യയിലൊന്നും അത് അത്ര വികസിച്ചിട്ടില്ല ആ ശാസ്ത്രം. ആ ഒരൊറ്റ അടയാളം വെച്ച് ആളെ കണ്ടുപിടിക്കും. എങ്ങനെ? ആ അടയാളമുള്ള ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ. പിന്നെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചൂടാ? ഈ വിരലടയാളമുള്ള ഒരു മനുഷ്യനെ ഈ ലോകത്തുള്ളൂ, രണ്ടാളില്ല, ഒറ്റയാള്. ഇതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ 114 മുമ്പ് പറയുകയാണ്, അയസ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മരിച്ചുപോയാൽ അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കില്ലെന്നാണോ മനുഷ്യൻ കരുതി വെച്ചിട്ടുള്ളത്? മരിച്ചുപോയിട്ട് ഇനി എങ്ങനെയാണ് വീണ്ടും ജീവിക്കുക എന്ന് ചോദിച്ചു അന്നത്തെ അറബികൾ. ഇന്നും ചോദിക്കുന്ന ചോദ്യം, ആ ചോദ്യം പുതിയതല്ല. ചില ആളുകൾ പറയുന്നത് പുരോഗമനത്തിന്റെ ചോദ്യമാണെന്ന്. ആ ചോദ്യം പഴഞ്ചൻ ചോദ്യമാണ്, റസൂൽ ഉണ്ടായിരുന്ന കാലത്ത് ചോദിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് മരിച്ചുപോയിട്ട് മണ്ണടിഞ്ഞു പോയിട്ട് അസ്ഥി പഞ്ചരമായിട്ട് മണ്ണോട് ചേർന്ന ഈ മനുഷ്യന്റെ ശരീരം എങ്ങനെ രണ്ടാമത് ഒരുമിച്ച് കൂട്ടുക? എങ്ങനെ പിന്നെ വിചാരണ നടത്തുക? എങ്ങനെ ഈ കണ്ണും മൂക്കും കാതും ഒക്കെ ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ രണ്ടാമതുണ്ടാക്കുക? ഈ ആരോപണത്തിന് ഖുർആൻ ഉത്തരം പറയുകയാണ്, യഹ്സബു അലയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. മരിച്ചുപോയാൽ മനുഷ്യന്റെ അസ്ഥിപഞ്ചരങ്ങളെ രണ്ടാമത് നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ കഴിയില്ലെന്നാണോ മനുഷ്യൻ വിചാരിച്ചിട്ടുള്ളത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. അങ്ങനെയല്ല കേട്ടോ കാര്യം. അവന്റെ കയ്യിന്റെ വിരലടയാളം ശരിപ്പെടുത്തി കൊടുത്തവനാണ് നാം. അവന്റെ വിരലടയാളം ശരിപ്പെടുത്തി കൊടുത്ത നമുക്ക് മരിച്ചുപോയാൽ അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടുക പ്രയാസമല്ല. ഒരു വിരലടയാളം മാത്രം. എവിടെയോ ഒരു അബ്ദുൽ കരീം ഉണ്ടെങ്കിൽ, എവിടെയോ ഒരു രാമൻകുട്ടി ഉണ്ടെങ്കിൽ, രാമൻകുട്ടിയുടെ വിരലടയാളം രാമൻകുട്ടിക്ക് മാത്രം, അബ്ദുൽ കരീമിന്റെ വിരലടയാളം അബ്ദുൽ കരീമിന് മാത്രം, ജോസഫിന്റെ വിരലടയാളം ജോസഫിന് മാത്രം. ഒരു വിരലടയാളമുള്ള ഒരാളെ അള്ളാഹു ജനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വിരലടയാളം പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നൽകാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടായി? അതിൽ തന്നെ ചിന്തിക്കുന്നവർക്കൊരു ദൃഷ്ടാന്തമുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഖുർആൻ ഗൗരവമുള്ള ഗ്രന്ഥമാണ്. ഈ ഖുർആൻ ക്ഷണിക്കുന്നതും ഗൗരവമുള്ള വിഷയത്തിലേക്കാണ്. ഓരോ മനുഷ്യനെയും സൃഷ്ടിപ്പിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹു വ്യക്തമായിട്ട് മനുഷ്യ സമുദായത്തിന്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു.